ചാരുന്നു, തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാൻ ഈ ചോടി തന്നെ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതൊന്നും കരകേറി നടകൊള്ളുവാൻ, വൈഷമ്യമുള്ളേതൊന്നും കരകേറി നടകൊള്ളുവാൻ, രക്ഷകൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാൻ ഈ ചോടി തന്നെ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. Praise the Lord. എല്ലാവർക്കും യഥാസ്ഥാനത്തിരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഡോക്സ് ആർ ബെസ്റ്റ് ഡോക്സ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. നമ്മുടെ സുവിശേഷ മഹായോഗം ഏറ്റവും എനിക്ക് വേണ്ടി ആയിത്തീരണമെങ്കിൽ ഒരാത്മാവെങ്കിലും രക്ഷിക്കപ്പെടണം. അതിന് എത്ര പേര് പ്രാർത്ഥിക്കുന്നവർ ഒന്ന് കരുവർത്തിക്കുകയെ. ലക്ഷ്യം മറ്റൊന്നുമില്ല. ഇങ്ങനെ മദ്യപാനത്തിന് മയക്കുമായി ജീവിതത്തിൽ കിടക്കുന്ന അനേകർ ഇത് ചുറ്റുപാടിലുണ്ട്. ആരും അതറിയുന്നില്ലെങ്കിലും ഈ സാക്ഷ്യം മുഖാന്തരം അനേകർ ശ്വാസം പ്രാപിക്കണം. കേൾക്കുന്ന വചനം കേൾക്കുമ്പോൾ വിടുതൽ പ്രാപിക്കുകയാണ്. അത് നമ്മളെല്ലാവരും ഒരുമിച്ച് സൂക്ഷിക്കുകയാണ് ഓർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്താട്ടെ. തുടർന്ന് കഥാനദാസൻ അതെ മനോജ് മാത്യു പുതുപ്പള്ളിയെ സൂക്ഷിക്കാൻ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ വലിയവനായ ദൈവം എനിക്ക് നൽകിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ഇന്ന് ഈ ഭവനത്തിലെ ഹൗസ് വാമിങ്ങിൻ്റെയോടനുബന്ധിച്ച് നടക്കുന്ന ഈ ശുശ്രൂഷകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ സ്നേഹനിധികളായ പ്രിയ ഡേവിസ് ബ്രദറിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യമേ ക്രിസ്തു യേശുവിലുള്ള വന്ദനവും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹവും വന്ദനവും ആദ്യം ഓർപ്പിക്കട്ടെ. നിങ്ങൾ ക്രിസ്തുവിൽ വിലയേറിയവരും മാന്യരുമാണ്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വരുന്ന ഏതാനും നിമിഷങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും ഒരു വലിയ വിടുതലിന്, മാറ്റത്തിന്, അനുഗ്രഹത്തിന് കാരണമായി തീരും. കാരണം ഇന്നിവിടെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് നൽകപ്പെട്ട ഏകനാമമായ ക്രിസ്തു യേശുവിൻ്റെ നാമമാണ് ഉയർത്തപ്പെടുന്നത്. സത്യ ഏക ദൈവമായ ജീവനുള്ള ദൈവമായ ക്രിസ്തു എന്ന രക്ഷകനെ പറ്റി ഇവിടെ പങ്കുവയ്ക്കുന്നത് കൊണ്ട് അത് ഇന്ന് ശ്രവണ മാധ്യമത്തിൻ്റെ പരിധിയിൽ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും വീടുകളിലും വ്യക്തിപരമായും വലിയ അനുഗ്രഹത്തിനും രക്ഷയ്ക്കും ആശ്വാസത്തിനും സമാധാനത്തിനുമൊക്കെ കാരണമായി തീരും. ഞാൻ വളരെ വേഗത്തിൽ എൻ്റെ ശുശ്രൂഷകൾ ഞാനിവിടെ ചെയ്ത് അവസാനിപ്പിക്കും. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നടക്കുകയാണല്ലോ. ഈ കർത്താവിൽ പ്രിയ നമ്മുടെ സ്തോത്രം
നമ്മുടെ അനുഗ്രഹീതനായ സ്തോത്രം ഷാരോൺ ഡേവിഡ്സിന് ദൈവം ഒരു ഭവനം നൽകി. ആ ഭവനം ഇന്ന് പ്രാർത്ഥിച്ച് കയറി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന അനുഗ്രഹമായ ശുശ്രൂഷയാണല്ലോ. എനിക്ക് ക്രിസ്തുവിൽ ഏറ്റവും വിലയേറിയ കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷക്തദാസനായ പാസ്റ്റർ കുര്യാക്കോസ് അവറുകൾ സ്തോത്രം എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച കർത്താവിൽ പ്രിയ സ്തോത്രം നമ്മുടെ ഗുരുവായൂർ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൽ പ്രിയ കുര്യാക്കോസ് അവറുകൾ, അതുപോലെ തന്നെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പാട്ടുകൾ ഗാന ശുശ്രൂഷ മനോഹരമായ നിലയിൽ ചെയ്യുവാൻ ദൈവത്തിൻ്റെ അഭിഷക്തരായ പ്രിയ സഹോദരങ്ങളെ ഇവിടെ ഉപയോഗിച്ചല്ലോ. അവർക്കും ക്രിസ്തു യേശുവിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഓർപ്പിക്കുന്നു. ഇന്ന് കടന്ന ഈ പരിസരത്ത് ഈ കസേരകളിൽ സ്വതന്ത്രമായിരിക്കുന്ന ക്രിസ്തുവിൽ പ്രിയരായ ദൈവമക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനവും ഓർപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നു. അതിൻ പ്രകാരം എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഓടി വന്ന ഒരു വചനഭാഗം കൂടിയാണ് ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മഹത്വം. സ്തോത്രം. അനുഗ്രഹമേറിയ ഒരു സാക്ഷ്യമാണ് നമ്മൾ ഇവിടെ കേൾക്കുവാനിടയായത്. സ്തോത്രം. ഡേവിഡ് ബ്രദർ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നയാൾ, നിങ്ങളോട് കൂടെ വളർന്ന് നിങ്ങളെ കണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അനുഭവിച്ചും കേട്ടും ഒക്കെ പോയിട്ടുള്ള പ്രിയമുള്ളവരാണ്. പ്രത്യേകിച്ച് ഇതുപോലൊരു സാക്ഷ്യം ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ പറയപ്പെടുന്ന വചനത്തിന് ഒരു ആധികാരികതയുണ്ട്. സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്ക് ഒരു ബലമായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. താൻ ജീവനുള്ള സാക്ഷിയായി ഈ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായി താൻ ഇവിടെ നിന്ന് ആ സാക്ഷ്യം പറഞ്ഞത് വളരെ അനുഗ്രഹമായി തോന്നി. നിങ്ങൾ ഈ ദേശത്തുള്ളവർ അദ്ദേഹത്തെ സ്തോത്രം ഡേവിഡ് എന്ന് വിളിക്കുന്നതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. കാരണം ചിലർക്ക് അങ്ങനെ പേരുകൾ ചാർത്തപ്പെട്ട് കിട്ടും. അതൊരു വലിയ ഭാഗ്യമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്ത് ഒരു മഹത്വം അപ്പച്ചൻ എന്ന് പറഞ്ഞൊരു അപ്പച്ചനുണ്ട്. സ്തോത്രം. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ പറ്റി എൻ്റെ കുഞ്ഞുനാളിൽ കണ്ടത്. അന്ന് ഞാൻ വിശ്വാസത്തിലൊന്നുമല്ല. എല്ലാവരും മഹത്വം അപ്പച്ചൻ എന്ന് വിളിക്കുമ്പോൾ നമ്മളുമൊക്കെ കളിയാക്കിയാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചിരുന്നത്. പക്ഷേ ചരിത്രത്തിൻ്റെ പിന്നാമ്പുള്ള ഏടുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇന്ന് അദ്ദേഹം മൺമറഞ്ഞു പോയി. അദ്ദേഹത്തിനുണ്ടായിരുന്ന 4 കുഞ്ഞുങ്ങളും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെയായി അവർ വിശാലമായ നിലയിൽ അവരും അവരുടെ തലമുറകളും പടർന്നു പന്തലിച്ച് വലിയൊരു സമൂഹമായി തീർന്നു. അവർ ദൈവജനത്തിനും ദൈവസഭകൾക്കും അനുഗ്രഹമായി തീർന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മഹത്വം ഇടതടവില്ലാതെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നതാണ് ആ പേരിന് അദ്ദേഹം കാരണക്കാരനായി തീരുവാനിടയായി തീർന്നത്. ഇന്ന് അതുപോലെ തന്നെ സ്തോത്രം എന്ന അഡ്രസ്സ് പ്രിയ ഡേവിഡ് ബ്രദറിന് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അത് വളരെ ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അവിടെ നടന്നു വന്നപ്പോഴേ സ്തോത്രം എന്ന അതിന് പേര് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നി. കാരണം വിശുദ്ധ ബൈബിള് പറയുന്നത് ഇങ്ങനെയാ, ഇടതടവില്ലാതെ സ്തോത്രം പറയണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദേശത്തുള്ളവരൊക്കെ ഈ വിശ്വാസികളായിരിക്കുന്നവരും അല്ലാത്തവരും സ്തോത്രം പറയുന്നുണ്ടല്ലോ എന്നോർത്ത് എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഡേവിഡ് ബ്രദറിനെ കാണുമ്പോൾ അറിയാതെ പറയും, സ്തോത്രം വരുന്നു എന്ന് പറയും. അതെൻ്റെ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണല്ലോ. അദ്ദേഹത്തെ നല്ല ഉദ്ദേശത്തോടെയോ അല്ലാതെയോ ഏത് നിലയിലാണേലും സ്തോത്രം പറഞ്ഞവരും അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഈ സമയം ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് ആധാരമായ ഒരു തിരുവചനം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന് 18-ാമത് വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന് 18-ാമത് വാക്യമാണ്. യെശയ്യാ ചാപ്റ്റർ 32 വേഴ്സസ് 18. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈരമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. ആമേൻ. എത്ര മനോഹരമായ ഒരു വാക്യമാണ്. സ്തോത്രം. യുഗങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് കോറിയിട്ട ഈ മനോഹരമായ വാക്യം ഇന്ന് ദൈവത്തെ സേവിക്കുന്ന ജനത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. സ്തോത്രം. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ദേശത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആർദ്രതയേറിയ കരങ്ങൾ തലോടട്ടെ, സ്വാന്തനപ്പെടുത്തട്ടെ, നിങ്ങളെ ആകർഷിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കുക. പിതാവേ, തിരുസന്നിധിയിലേക്ക് കർത്താവ് ഈ വചനഭാഗം തരുന്നു. അപ്പോൾ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കുറിക്കപ്പെട്ടിരിക്കുന്ന ഈ വാക്യം ഇന്ന് ഈ ദേശത്തൊരു മഞ്ഞുപോലെ പെയ്തിറങ്ങട്ടെ. ഹെർമോനിയ മഞ്ഞുപോലെ അത് പെയ്തിറങ്ങട്ടെ. അത് ജനജീവിതങ്ങളെ കർത്താവെ തണുപ്പിക്കട്ടെ, അവരുടെ മുറിവുകളെ കെട്ടട്ടെ, അവരെ സ്വാന്തനപ്പെടുത്തട്ടെ, പ്രതീക്ഷയാൽ നിറയ്ക്കട്ടെ, പ്രത്യാശയാൽ ഉറപ്പിക്കട്ടെ. ഇന്ന് ഈ വചനം ഇവിടെ ഘോഷിക്കുമ്പോൾ ഈ കുടുംബത്തിനും ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുന്നതിന് ഇടയായി തീരട്ടെ. പിതാവിൻ്റെ കരങ്ങളിൽ തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.
നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ ജനം. ആ വാക്യത്തിൻ്റെ ഒരു പ്രത്യേകതയും ആധികാരികതയും കണ്ടു. എൻ്റെ ജനം. ഇഹലോകത്തിൽ ഒരു പ്രഭുക്കന്മാരോ രാജാക്കന്മാരോ ഒരുവിധ ചരിത്രകാരന്മാരോ മനുഷ്യൻ ദൈവമെന്ന പദവി ചാർത്തിക്കൊടുത്ത, വിശുദ്ധന്മാരെന്ന പദവി ചാർത്തിക്കൊടുത്ത ആർക്കും പറയാൻ കഴിയാത്ത ആധികാരികതയുള്ള വാക്കാ എൻ്റെ ജനം. പരിശുദ്ധാത്മാവ് പറയും എൻ്റെ ജനം. അതെ, കാലഘട്ടങ്ങൾക്ക് യുഗങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവാചകനായ യെശയ്യാവിലൂടെ അതെ ചരിത്രത്തിലേക്ക് എന്നേക്കുമായി വരാനിരിക്കുന്ന മാനവരാശിയെ നോക്കിക്കൊണ്ട് പിതാവായ ദൈവം ചാർത്തി തന്നിരിക്കുക എൻ്റെ ജനം. ഇന്നിവിടെ ഇരിക്കുന്നത് എൻ്റെ ജനമാണ്. കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, പ്രാണനെ കൊടുത്തുകൊണ്ട് ചങ്കിലെ അവസാന തുള്ളി ചോരയും ഊറ്റിത്തന്നുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു കൂട്ടം ജനമാണ് ഇവിടെ ഇരിക്കുന്നത്. ആ പദവിയിലേക്ക് ഇന്ന് കർത്താവിൻ്റെ ദാസൻ ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഒരാഗ്രഹവും ആവേശവും ജനിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഇവിടെ നടക്കുന്ന മീറ്റിംഗ് ചിലർ രക്ഷിക്കപ്പെടുവാനിടയാകണം, ചിലരുടെ കർത്താവിനെ സ്വീകരിപ്പാനിടയായി തീരണം. അതിനിന്ന് മുഖാന്തരമാകുമെന്ന് എനിക്ക് ഈ മീറ്റിങ്ങിൻ്റെ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ ഉത്തമ ബോധ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജനം എന്ന് പ്രവാചകനിലൂടെ അരുളി ചെയ്തിരിക്കുക. ഇത്രയേറെ ആധികാരികതയോടെ ഇഹലോകത്തിൽ മറ്റാർക്കും പറയാൻ കഴിയാത്ത ഈ മനോഹരമായ വാക്യം പറഞ്ഞത് നമ്മുടെ ഉടയവനും സൃഷ്ടാവുമായ ദൈവം പറയുകയാണ്. താൻ വിളിച്ചെടുത്ത ജനത്തെ പറ്റി പറയുന്നത് എൻ്റെ ജനമെന്ന. ചിലർക്ക് ദൈവത്തിൻ്റെ മുൻപിൽ അടിമകളായി ജീവിക്കണം, ചിലർ ദാസന്മാരായി ജീവിക്കണം, ചിലർ ദൈവത്തിന് മുമ്പിൽ കാഴ്ച ദർപ്പണങ്ങളൊക്കെ അർപ്പിച്ച് അകലങ്ങളിൽ മാറി നിന്ന് സ്വത്രം ദൈവത്തെ ഭയവികുലതയോടെ നോക്കിക്കണ്ട് ദൈവത്തിൻ്റെ കോപം പറ്റാതെ സ്വത്രം കൃത്യതയോടെ നേർച്ചകളും കാഴ്ചകളും വെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഇതാ ഒരു പിതാവ് വിളിച്ചു പറയുക, എൻ്റെ ജനം. ഇന്ന് ദൈവമക്കൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തൻ്റെ ഇടം എന്നാണെന്നറിയാമോ? അഖിലാണ്ടത്തെ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തന്നെ സ്വീകരിച്ച് തൻ്റെ മക്കളെ നോക്കി പറയാ, എൻ്റെ ജനം. ഇന്നിവിടെ ഇരിക്കുന്നത് എൻ്റെ ജനമാ. സ്തോത്രം. ആ ജനത്തിൻ്റെ ഒരു ചില പ്രത്യേകത പറഞ്ഞിട്ട് ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകും. എൻ്റെ ജനം എന്ന് പറയുമ്പോൾ എൻ്റെ എന്ന് അവകാശപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സ്തോത്രം, ആ വചനത്തിൻ്റെ ആ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് വായിക്കാൻ കാണാം, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഒരു രാജാവ് നീതിയോടെ വാഴും. ആ രാജാവിൻ്റെ ജനത്തെ പറ്റി ഈ പറയുന്നത്. ആ രാജാവ് ആരാണെന്ന് അറിയണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആട്ടിടയന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രാജാവായി ഈ ഭൂമിയിൽ പിറന്ന ഒരേ ഒരുവൻ, രാജാതി രാജാവ് എന്ന പേര് ചാർത്തപ്പെടുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ, അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു. അവന്റെ പിറവിയെങ്കിൽ അവൻ രാജകുടുംബത്തിലല്ല ജനിച്ചത്, കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലല്ല. അതെ, അവൻ തെരുവിൽ പിറന്ന് പുൽക്കൊട്ടിൽ സ്വത്രം കിടത്തപ്പെട്ടവനായി വളർത്തപ്പെട്ട തച്ചന്റെ മകൻ എന്ന് പറയുന്നവനെ ലോകം ചാർത്തിക്കൊടുത്ത, അവൻ എതിർ നിന്നവരും അവന് പ്രതികൂലമായി നിന്നവരും അവന്റെ സ്നേഹം നടിച്ച് അവനോട് ചേർന്ന് നിന്ന് ഒറ്റിക്കൊടുത്തവരും ഉൾപ്പെടെ സകലമാന ജനവും അവനെ അംഗീകരിച്ചത് എങ്ങനെയാണെന്നറിയോ? രാജാവ് എന്ന വിളിയോടെയാ. അവന്റെ ക്രൂശിങ്കൽ വെറുപ്പിന്റെ പരിണിതഫലമായി, വിദ്വേഷത്തിന്റെ പരിണിതഫലമായി ആ ക്രൂശിൽ കാരിരുമ്പാണികൾ തറച്ച് മുൾക്കിരീടം അണിയിച്ച് ആവേശം കെട്ടടങ്ങാതെ പകയുടെ ആവേശത്തിൽ ക്രൂരമായി അവന്റെ വിലാപ്പുറങ്ങൾ കുത്തി തുറന്നിട്ടും അവരതിന്റെ മേളിൽ എഴുതി യഹൂദന്മാരുടെ രാജാവ്. അതാണ് എൻ്റെ നസ്രയന്റെ പ്രത്യേകത. അപ്പോൾ അവൻ രാജാവായി പിറന്നവനാ. അവനെ ശത്രുവും മിത്രവും ഒരുപോലെ രാജാവെന്ന് വിളിച്ചു. അവനെ ക്രൂശിച്ചപ്പോൾ അതിന് മേളിൽ അവന്റെ കുറ്റത്തിന് മേൽ എഴുതി അവൻ രാജാവെന്ന് പറഞ്ഞു. അപ്പോ ആർക്കും എതിർവാക്ക് പറയാനില്ലാതെ അനിഷേധ്യമായി കാലഘട്ടത്തെ രണ്ടായി വേർതിരിച്ചുകൊണ്ട് ഭൂമിയുടെ പരപ്പിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ ആരാണ്? രാജാവാണ്, രാജാതി രാജാവാണ്. അവനെ പോലെ മറ്റൊരുത്തനും ഈ ഭൂപരപ്പിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം. അപ്പൊ അവൻ രാജാവാണ്. ആരാണ്? എൻ്റെ ജനം എന്നവൻ പറയുന്നവൻ ആരാ? രാജാവ. സ്വതന്ത്രം, നമ്മുടെ രാജാവ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമായുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും
എന്ന് ഈ രാജാവ് പറയുകയാണ്. ഈ രാജാവ് തിരഞ്ഞെടുത്ത ജനത്തെ വിളിക്കുന്ന എൻ്റെ ജനം. ഇന്ന് ആ എൻ്റെ ജനത്തിൻ്റെ പാർപ്പിടത്തിലാണ് ഞാനും വന്ന് നിൽക്കുന്നത്. സ്തോത്രം. ഇന്ന് ഈ ശുശ്രൂഷ നടക്കുന്നത് എങ്ങനെ ഈ എൻ്റെ ജനമായി തീരാം എന്നുള്ളത് ഇന്ന് ഈ ദേശത്തോട് പറയുക എന്നുള്ളതാണ് ഈ ദൂതിൻ്റെ പരമപ്രധാനമായ കാര്യം. ഈ ഭവനം ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ്. ഈ ജനത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ വേഗത്തിൽ ഇവിടെ ഇരുന്നപ്പോൾ എന്നെ ഒന്ന് ഓർപ്പിച്ചത്, സ്തോത്രം, എനിക്കൊന്ന് പറഞ്ഞു പോകണം. കാരണം ഇത് പ്രവാചകൻ യുഗങ്ങൾക്ക് മുമ്പ്, എൻ്റെ രാജാവ് ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുമ്പ് പ്രവാചകനാൽ എഴുതപ്പെട്ടതാ. യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകനാൽ എഴുതപ്പെട്ട വിശുദ്ധ ബൈബിളിൻ്റെ വാക്യങ്ങളൊക്കെ കോറിയിട്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന പ്രിയമുള്ളവർക്കൊക്കെ മനസ്സിലാകും. പക്ഷേ അകലങ്ങളിൽ ഭവനാങ്കണങ്ങളിൽ ഇരുന്ന് കേൾക്കുന്ന എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വാക്യങ്ങൾ, കുറിപ്പുകളൊന്നും വായിക്കാതെ ഈ രാജാവിനെയും ഈ രാജാവ് തിരഞ്ഞെടുത്ത ജനത്തെയും അവരുടെ പ്രത്യേകതകളെയും വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാന്യ മിത്രങ്ങളെ, സ്നേഹനിധികളായ നാട്ടുകാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ദൈവത്തിൻ്റെ എൻ്റെ ജനമേ, കർത്താവ് പറയുകയാണ്, സ്തോത്രം, എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതിയിലും സ്വൈര്യമായി വിശ്രമസ്ഥലങ്ങളിലും പാർക്കും. സ്തോത്രം. അപ്പം ഈ കർത്താവ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന് ചില പ്രത്യേകതകളുണ്ട്. എല്ലാ പ്രത്യേകതകളും പറയാൻ സമയമില്ല. എങ്കിലും ആ ജനത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരോടൊന്ന് ഓർപ്പിച്ചു പോവുകയാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്നത് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ പാലസ്തീൻ്റെ ആ പച്ചപ്പിൽ അല്ലെങ്കിൽ ആ മരുഭൂമിയിൽ ഉള്ള ഒരു വിഭാഗത്തെയോ യഹൂദ വംശത്തെയോ അല്ല വിശുദ്ധ ബൈബിൾ, സ്തോത്രം, ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നത്. ആ ജനം ദൈവത്തിൻ്റെതാണ്. എന്നാൽ ഇന്ന് പുതിയ നിയമ ഇസ്രായേലായ ജനത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. പുതിയ നിയമ ഇസ്രായേൽ ആകുവാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടും കൂടിയാണ് ഇന്ന് പുറത്ത് കേട്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വചനഭാഗം സംസാരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തോട് ഇപ്രകാരമാണ് 23-ാം അധ്യായത്തിൻ്റെ, സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ, സ്തോത്രം, 7-ാം വാക്യത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്, ബാലാക്ക് എന്നെ അരാമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ്വ പർവ്വതങ്ങളിൽ നിന്നും വരുത്തി, ചെന്ന് യാക്കോബിനെ ശപിക്കുക, ചെന്ന് ഇസ്രായേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ജനത്തിന്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. ഒരു നോട്ടം നോക്കിയാൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറയും, ചിലർ വീടിന്റെ വാതിക്കൽ ഇല്ലി വെക്കും. എന്തിനാന്ന് വെച്ചാൽ കണ്ണ് കിട്ടാതിരിക്കാൻ. ആയില്യം നക്ഷത്രം, ഇനിയിപ്പോൾ അത് നിങ്ങൾ പഠിച്ചോണം, അറിയത്തില്ലെങ്കിൽ വിട്ടേക്കണം. ഇനി അതൊന്നും പഠിച്ചുകൊണ്ട് നടന്നേക്കരുത്. ആയില്യം നക്ഷത്രക്കാരൻ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ വീടിൻ്റെ വാതിക്കൽ ഇല്ലി വെക്കും, കണ്ണ് കിട്ടാതിരിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കൺദൃഷ്ടി സ്ഥിരം രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലോട്ട് നോക്കിയാൽ വീട് നശിച്ചു പോകുമെന്ന് പൗരാണിക ശാസ്ത്രത്തിൽ ചില, സ്തോത്രം, മത അന്ധത പിടിച്ച ജനം വിശ്വസിക്കുന്നുണ്ട്. ആ മൂഢധാരണ അങ്ങ് മാറ്റണം. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഇല്ലിക്കൊന്നും നിന്നെ സംരക്ഷിക്കാൻ കഴിയത്തില്ല, ആരുടെയും കണ്ണിന് നിന്നെ തകർക്കാനും കഴിയത്തില്ല, കേട്ടോ. അപ്പം അങ്ങനെ കണ്ണ് വെച്ചാൽ നശിച്ചു പോകുന്ന ചില ധാരണകളുണ്ട്. എന്നാൽ ചിലയിടത്തൊക്കെ ഈ ശാപങ്ങളും പ്രാക്കുകളും ഇതൊക്കെ ഫലിക്കും, കേട്ടോ. ആ വിചാരമൊക്കെ ഫലിക്കും. സ്വത്രം. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ജനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ, എൻ്റെ ജനത്തെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ ജനത്തെ ശപിക്കുവാൻ, എൻ്റെ ജനത്തെ മുടിച്ചു കളയുവാൻ പ്രാക്കിൽ വിദഗ്ധനായ ഒരുവനെ കൊണ്ടുവന്നിരിക്കുക. അവൻ പ്രാഗിയാൽ അപ്രകാരം സംഭവിക്കും. പ്രാക്കിൽ വിദഗ്ധനായ പേര് കേട്ട അവനെ കണ്ടാൽ തന്നെ ഓടി ഒളിക്കും. അവൻ്റെ വായിൽ നിന്ന് എന്തേലും വീണ, സ്തോത്രം. ചില ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് അറിയാമല്ലോ, ചിലരെ കാണുമ്പോൾ പറയും, അയ്യോ പെട്ടെന്ന് മാറിയൊക്കെ മുഖത്ത് നോക്കി എന്നേലും പറഞ്ഞാൽ തീരും. അതായത് വാഴ കൊലച്ചിരിക്കുന്നു, എന്നാ കൊലയാന്ന് പറഞ്ഞാൽ അന്നേരം, സ്തോത്രം, കാറ്റും മഴയൊന്നും വേണ്ട, വൈകുന്നേരം ആകുമ്പം പടല സഹിതം ഒടിഞ്ഞ് താഴെ കിടക്കും. അപ്പോൾ ചിലർ അങ്ങനെയൊക്കെ, സ്തോത്രം, നോക്കിയാൽ പറ്റുമെന്നാണ് എല്ലാവരുടെയും ധാരണ. അപ്പോൾ അതുകൊണ്ട് ഈ, സ്തോത്രം, വീട് പണിയുമ്പോഴൊക്കെ കോലമൊക്കെ കെട്ടി വെക്കത്തില്ലേ, ചട്ടി തലയെ കമത്തി കച്ചിത്തുറുമൊക്കെ വെച്ച് ഇങ്ങനെ വെക്കത്തില്ലേ? കാരണം എന്താ വെച്ചാൽ വീടിന് കണ്ണ് കിട്ടാതിരിക്കാനാ. എടാ, നിൻ്റെ ഈ കാശുണ്ടെങ്കിൽ നീ നന്നായി വീട് പണിത് ഒരു കണ്ണും കിട്ടത്തില്ല. പ്രത്യേകിച്ച് ദൈവജനമാണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഈ കൺദോഷം
അല്ലെങ്കിൽ പ്രാക്കൊക്കെ ഫലിക്കുമെന്നുള്ളൊരു ധാരണ ജനത്തിനിടെ കിടപ്പുണ്ട്. ഇപ്പോഴും ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ അങ്ങനെ ഈ നാട്ടിൽ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞങ്ങളുടെ കൊച്ചിന് കൺദൃഷ്ടി കിട്ടിയതാ. ഒരു കൺദൃഷ്ടിയല്ല, നടപ്പ് ചൊവ്വല്ലായിരുന്നു, അതുകൊണ്ട് പറ്റിയതാ കേട്ടോ. അല്ല, കൺദൃഷ്ടിയൊന്നുമില്ല, ആരും പ്രാഗിയത് കൊണ്ടൊന്നും സംഭവിച്ചതല്ല. കൊച്ചിൻ്റെ നടപ്പ് നാരയല്ലായിരുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പം അങ്ങനെ പറ്റിയത് കൊണ്ട് പറ്റിയതാ. അല്ലാതെ ഇവിടെ സ്വോത്രം ബ്രദറിന് 2-3 പിള്ളേരുണ്ട്, അവർ പെശകിപ്പോയോ? ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ തലമുറയ്ക്ക് ഒരു കോട്ടവും വരത്തില്ല. സ്വോത്രം. അപ്പം അതല്ല നമ്മുടെ വിഷയം. വളരെ വേഗത്തിൽ ഞാൻ വരിക. അപ്പം ഇവനെ ശപിക്കാൻ കൊണ്ടുവന്ന ശാപിക്കുന്നതിൽ പ്രാഗൽഭ്യമുള്ളവൻ നോക്കിയിട്ട് പറയുകയാണ്, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും, യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും. സ്വോത്രം. ശപിക്കാൻ വന്നവൻ പറഞ്ഞു പോവുകയാണ്. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ് ദൈവത്തിൻ്റെ ജനം. അതാ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രത്യേകത. അവൻ പറയുക, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതില്ല. വളരെ ശ്രദ്ധേയമായ കാര്യമാണ്, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. ഈ രക്ഷിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട ദൈവജനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വേർപാടുള്ളൊരു കൂട്ടമാണ്. ഈ വേർപാടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വേറെ ഓരോ വേർപാടുണ്ടാക്കും. വെള്ളവസ്ത്രം ഇട്ട വേർപാട്, അതൊന്നുമല്ല വേർപാട്. വിശുദ്ധമായ ഒരു ജീവിതമാണ് വേർപാടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഇണയല്ല പിണ കൂടരുത്. ഇഹലോകത്തിന്റെ ഇമ്പങ്ങളോട് നീ താരതമ്യം പ്രാപിച്ച് അതിൽ ഇഴുകിച്ചേരരുത്. ലോകത്തിന്റെ മ്ലേച്ഛതയിലും കൂത്തുകാഴ്ചയിലും ആഘോഷങ്ങളിലും പങ്കാളിയാകാതെ നീ ദൈവത്തെ സേവിക്കുന്ന ജനം വേറിട്ട് പാർക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആലോചന. അതാണ് സ്വത്രം. ഇപ്പം നമ്മൾ ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്നിടത്തെല്ലാം ഇപ്പം ദൈവമക്കളും പോവും അല്ലേ? എല്ലാ പരിപാടി ഉണ്ടെങ്കിലും അതിനെല്ലാം പോവും, എല്ലാ കൂത്തുകാഴ്ചയ്ക്കും പോവും. പക്ഷെ ദൈവവചനത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ജനം വേർപെട്ട ജനമാണ്, അവർ വ്യത്യസ്തരായിരിക്കണം. ഈ ജനത്തിൻ്റെ പ്രത്യേകതയാണ് ഇദ്ദേഹം ശപിക്കാൻ വന്ന ഇദ്ദേഹം പറയുന്നത്. സ്വത്രം. എനിക്കതിൻ്റെ 22ഉം 23ഉം കൂടി ഒന്ന് വായിച്ച് 24 വായിച്ചിട്ട് വളരെ വേഗത്തിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. സ്വത്രം. നമ്മൾ വളരെ വേഗത്തിൽ നിർത്തേണ്ടതുള്ളതുകൊണ്ടാണ്. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആർക്കാ? ദൈവത്തിൻ്റെ ജനത്തിന് കാട്ടുപോത്തിൻ്റെ ബലമുണ്ട്. കരുത്തരായിരിക്കും. ശാരീരികമായ കരുത്താണോ? 6 അടി പൊക്കവും 100 കിലോ വെയിറ്റും ഗുൻഫുവും കരോട്ടയും പഠിച്ച ഗുസ്തിമാനാണോ? അല്ല. ആത്മാവിൽ കരുത്തുള്ളവൻ, പ്രതിസന്ധികളുടെ മുൻപിൽ തകർന്നു പോകാത്തവൻ, പ്രശ്നങ്ങളെ അതിജീവിപ്പാൻ കരുത്തുള്ളവൻ. അതാണ് ഒരു ദൈവ പൈതലിന്റെ അഡ്രസ്സ്, അവന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവൻ ചേമ്പേല വാടുന്നത് വാടത്തില്ല, തൊട്ടാവാടി പോലെ വാടിപ്പോകത്തില്ല. പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റുകളുടെ ഇടയിൽ അവൻ ആക്ഷേപീനായി നിൽക്കും. അതേ, കണ്ണുനീരുകളുടെ നടുവിലും അവൻ പുഞ്ചിരിയോടെ നിൽക്കും. ഹൃദയത്തിന് മുറിവേക്കുന്ന കാര്യങ്ങൾ കേട്ടാലും പതറാതെ അവൻ നിൽക്കും. അതാ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത. സാധാരണ ആരേലും എന്നേലും ഒരു വാക്ക് കേട്ട, ഓ ഇനി ഞാനില്ല എന്ന് പറയും. ആരെല്ലാം പുച്ഛിച്ചാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം അപമാനിച്ചാലും അതിനെ ലെവലേശം കൂസാതെ ചങ്കുറപ്പോടെ അവൻ മുൻപോട്ട് പോകും. കാരണം അവനൊരു പ്രത്യാശയുണ്ട്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തന, അവന്റെ വാഗ്ദത്തങ്ങൾ എൻ്റെ മേൽ നിറവേറും. ഇന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഇവിടെ ഇരിക്കുന്നവരെക്കാൾ ഉപരി ഞാൻ നിങ്ങളെയാ കൂടുതൽ ഇഷ്ടപ്പെടുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നത്. കാരണം നിങ്ങളാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയവരും മാന്യരും. കർത്താവ് ഇന്ന് നമ്മുടെ ഈ ഡേവിഡ് ബ്രദറിൻ്റെ മോൻ്റെ വീട്ടിൽ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ദേശത്ത് ഈ ശബ്ദം കേട്ട് ആരെങ്കിലും യേശുവേ എന്നൊന്ന് വിളിക്കണം. അതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെയധികം സന്തോഷം തോന്നുന്നു. ദൈവദാസൻ ഇവിടെ ഇദ്ദേഹത്തെ മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്, നീ 9 മാസം കഴിയുമ്പോൾ രക്ഷിക്കപ്പെടും. നിന്റെ വീട് സ്വത്രം നീ പൊളിച്ചു കളയല്ല, വിറ്റ് കളയല്ല, അത് വാർക്കും. ഈ ആധികാരികതയോടെ ഇത് പറയാൻ ഒരു തൻ്റെ ഇടം എൻ്റെ ജനത്തിനെ പറ്റത്തുള്ളൂ, വേറിട്ടൊരു ജനത്തിനെ പറ്റത്തുള്ളൂ. സാധാരണ ജനമാണ്, എന്നാ വിക്കിടെ ഇവിടെ നമുക്ക് അത് വിറ്റിട്ട് കടം വീട്ടാം, നീ ഇങ്ങനെയൊക്കെ പോകാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലോകപ്രകാരം ആശ്വാസമുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ അധികാരപ്രാപ്തിയുള്ള, ദൈവിക അധികാരങ്ങളുള്ള ദൈവത്തിൻ്റെ ജനത്തിനെ മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. സ്വത്രം. പ്രത്യാശയുടെയും ഭാവിയെ പറ്റി പ്രവചിക്കുവാനും കഴിയത്തുള്ളൂ.
ഇവിടെ ഈ ജനത്തിനെ പറ്റി പറയാം, കാട്ടുപോത്തിന് തുല്യമായ കരുത്തുണ്ടെന്ന്. ആ കരുത്ത് ശരീരത്തിൻ്റെ കരുത്തല്ല കേട്ടോ, മാനസിക കരുത്താ. എന്നെ കേൾക്കുന്ന ദൈവമക്കള് എന്നാ വിഷയം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ പതറിപ്പോകരുത് കേട്ടോ. ലോകം എന്തെല്ലാം നിരാശ പറഞ്ഞാലും ഉണ്ടല്ലോ, നിങ്ങൾ നിരാശയോട് ഇഴുകിച്ചേരരുത് കേട്ടോ. നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം, കരുത്തുള്ള വാക്കുകളായിരിക്കണം. സദൃശ്യവാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, നിന്റെ നാവിൽ ജീവനും മരണവും ഇരിക്കുന്നു, നീ പറയുന്നത് സംഭവിക്കും. അതുകൊണ്ട് നീ പറഞ്ഞു വിടുന്നത് പരാജയത്തിന്റെ വാക്കുകൾ പറയരുത്. കാരിരുമ്പിനേക്കാൾ കരുത്തുള്ള വാക്കുകൾ, കോട്ടകളെ ഇടിക്കുവാൻ കഴിയുന്ന തന്റെ ഇടമുള്ള വാക്കുകൾ, പ്രതികൂലങ്ങളെ നോക്കി നീ വെല്ലുവിളിയോടെ പറയണം, ഹേ മരണമേ നിന്റെ ജയം എവിടെ? അല്ലാതെ രോഗം കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസവും കൂടി ഉള്ളൂ, 70 വയസ്സായി, ഇനി അധികം കാലം ഇല്ല, സ്വയം അങ്ങ് നമ്മൾ പ്രവചിക്കുക. ഡോക്ടർക്ക് സ്വന്തം മെഡിക്കൽ സയൻസിനെ പറ്റി അറിവുള്ളൂ, അല്ലാതെ ആത്മീക കാര്യങ്ങളെ പറ്റിയോ ആത്മജ്ഞാനമോ അദ്ദേഹത്തിന് പരിമിതികൾ ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ പറയും സർവജ്ഞാനിയാണെന്ന് ഡോക്ടർ. അല്ല കേട്ടോ. ഇപ്പോൾ ചന്ദ്രനിൽ മറ്റേ സ്പേസിൽ പോയ സുനിധിയോടൊക്കെ ചോദിച്ചാൽ സ്പേസിലെ കാര്യങ്ങൾ അറിയാം, മെഡിക്കൽ സയൻസ് അറിയണമെന്നില്ല. ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന വാദ്യാരോട് ചോദിച്ചാൽ, കണക്ക് മാഷിനോട് ചോദിച്ചാൽ കണക്കിൻ്റെ കാര്യങ്ങൾ അറിയാം, അദ്ദേഹത്തിന് റബ്ബർ വെട്ടുന്ന കാര്യം കൃത്യതയോടെ അതിൻ്റെ പട്ടയുടെ കനമൊന്നും അറിയണമെന്നില്ല. സ്വതം എല്ലാവർക്കും അവരവരുടെ മേഖലകളിൽ ജ്ഞാനമുണ്ടാകാം. പക്ഷെ സർവജ്ഞാനി ഒരുവനേ ഉള്ളൂ, അവൻ സർവശക്തനായ ദൈവമാ. അവനെ ആശ്രയിക്കുന്ന, അവൻ വിളിച്ചു വേർതിരിച്ച ജനത്തിന് സർവജ്ഞാനവും ഉണ്ടായിരിക്കണം. അപ്പൊ ലോക ജനം ഏതെങ്കിലും വിഷയത്തിൽ ജ്ഞാനം പറയും, നീ അങ്ങനെയല്ല, നീ സകലത്തിലും ജ്ഞാനമുള്ളവനായിരിക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിനക്ക് മെഡിക്കൽ സയൻസിലോ അല്ലെങ്കിൽ മാത്സിലോ എഞ്ചിനീയറിംഗിലോ ഏതെങ്കിലുമൊക്കെ ബിരുദം കാണും, പക്ഷെ നീ ദൈവത്തെ ആശ്രയിക്കുന്നവനാണെങ്കിൽ സകലത്തിലും നിനക്ക് ജ്ഞാനം കാണും. അതുകൊണ്ടല്ലേ 2ാം ക്ലാസ്സുകാരനൊക്കെ സ്തോത്രം, ഒരു ലോകവിവരവും ഇല്ലാത്ത മനുഷ്യൻ പറയുക, അന്ത്യകാലത്ത് മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയുമെന്ന്. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണെന്ന്, മുക്കുവനായി നടന്ന മനുഷ്യൻ, ശാസ്ത്രം വരുന്നതിന് മുൻപ്, ശാസ്ത്രത്തിന് മുൻപേ സഞ്ചരിച്ച മനുഷ്യൻ പറയുക, അന്ത്യകാലത്ത് മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും. ഇന്ന് സയൻസ് കണ്ടുപിടിച്ചു, ആറ്റം വിഘടിക്കുന്നതും അണുബോംബുകളും ഒക്കെ കണ്ടുപിടിച്ചു, ന്യൂക്ലിയർ ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ചു. കാലഘട്ടങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മുക്കുവനായ ഒരു സാധാരണക്കാര മനുഷ്യൻ, ലോകജ്ഞാനമില്ലാത്ത, ആകപ്പാടെ ഇട്ടാവട്ടം ഗലീലയുടെ ചുറ്റും കറങ്ങിക്കഴിഞ്ഞ് നടന്ന ഒരു മനുഷ്യൻ പറയുക, അന്ത്യകാലത്ത് മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവവചനം സകല ജ്ഞാനത്തിന്റെയും ഉറവിടമാണ്. ഞാൻ അതിലോട്ട് വരാം, ദൈവത്തിന് മഹത്വം. അപ്പം ഇവിടെ പറയാം, കാട്ടുപോത്തിന്റെ കരുത്തുള്ള ജനമ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നല്ല കരുത്തുള്ളവരായിരിക്കണം ദൈവജനം. അടുത്ത ഭാഗത്ത് പറയുകയാണ്, ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെ കുറിച്ച് ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയാവൂ. സ്തോത്രം. അപ്പോ ഈ എല്ലാ മനുഷ്യൻ്റെയും പുറത്ത് പറയുന്നൊന്നുമില്ലെങ്കിലും ഭൂരിഭാഗം മനുഷ്യൻ്റെയും ദൈവത്തെ അറിഞ്ഞെന്ന് പറയുന്നവരുടെ ഇടയിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ പറയുന്നത്, പാസ്റ്ററെ എനിക്ക് കൂടോത്രം ചെയ്തെന്നൊക്കെ പറഞ്ഞു വരുന്നത്, വീടിൻ്റെ മുറ്റത്ത് മുട്ട കിടന്നെന്നും ചെത്തിപ്പൂ കിടന്നെന്നും ഒക്കെ പറഞ്ഞു പറയുന്നത്. യഥാർത്ഥത്തിൽ കർത്താവിനെ കണ്ടെത്തിയവനും ബോധ്യമുള്ളവനും ഒരു കാര്യം അറിയാം, ആഭിചാരം പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. അപ്പൊ ദൈവത്തിൻ്റെ ജനത്തിന് ആഭിചാരം ഫലിക്കുകയില്ല, കണ്ടോഷം ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ അവന് ഫലിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും ദൈവത്തെ അന്വേഷിക്കുന്നവന് വരികയില്ല എന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഞാൻ വളരെ വേഗത്തിൽ അവിടെ നിന്ന് പോവുക. അപ്പം ഈ ഭാഗത്തിലോട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞ് ഈ ദേശത്ത് ചില കുടുംബങ്ങൾ തകർന്നു പോയി എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വസിച്ച് കരകയറാൻ പറ്റാതെ കള്ളിനകത്ത് കൈവിഷം കൊടുത്തെന്നൊക്കെ പറഞ്ഞ് മദ്യപാനിയായ ചിലരെ പറ്റി ഒരു ധാരണ പരത്തിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മൂഢനായ മനുഷ്യ, നിന്റെ അകത്തല്ല തന്നത്, നിന്റെ ആത്മാവിനെ ഗ്രസിച്ച ദുരാത്മാവാണ് നിന്നെ മദ്യപാനിയാക്കിയത്, അല്ലാതെ നിനക്കാരും വിഷമൊന്നും തന്നതൊന്നും അല്ല. ചുമ്മാ പറയാതെ പലയിടത്തും കൊണ്ടുവന്ന് നീ അതുമൊക്കെ ചെയ്ത് കാണും ഇതൊന്ന് മാറാൻ വേണ്ടി. എന്നാൽ ഇന്ന് പറയാം, നിനക്ക് ആ വിഷയ സംബന്ധമായി വിടുതൽ ആവശ്യമാണോ? പരാജിതനായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ അഭിവൃദ്ധി കടക്കാൻ കഴിയാതെ ഇന്ന് ഈ ദേശത്ത് ശബ്ദം കേൾക്കുന്ന, അധ്വാനിച്ചിട്ട് കൈവെള്ളകൾ ചോർന്നു പോകുന്ന, അനുഭവത്തിലൂടെ കടക്കണിയിൽ നിന്ന് കരകയറാൻ കഴിയാതെ എന്നെ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഏതെങ്കിലും ഭവനത്തിൽ നിരാശയുടെ ആഴക്കയങ്ങളിൽ ഇരിക്കുന്ന യൗവനക്കാരാ, നിനക്കൊരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാ കർത്താവായ യേശുവിന്റെ ശബ്ദം ഇതാ ഇന്ന് ഡേവിഡ് ബ്രദറിന്റെ മകന്റെ ഭവനത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുക. നിനക്ക് വിമോചകനായി ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്.
ഇന്ന് നിന്റെ വിമോചനത്തിൻ്റെ ദിവസമാണ് കേട്ടോ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ കടന്നു വരണം. എത്ര വലിയ കടക്കണിയിലാണേലും, ഏത് വലിയ രോഗബന്ധനത്തിൻ്റെ പിടിയിലാണേലും വിട്ടുമാറാത്ത രോഗമാണ്. രോഗം എന്താന്ന് ചികിത്സിച്ചിട്ട് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. പൈസ കൊടുത്തു മടുത്തു ആഴ്ചതോറും ഹോസ്പിറ്റലുകളിൽ പോയിക്കൊണ്ടിരിക്കുക. ട്രീറ്റ്മെൻറ്റുകളൊന്നും എടുത്തിട്ടില്ല. ചെന്നവരും നാട്ടുകാരും നീ സേവിക്കുന്ന ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരും ഒക്കെ പറഞ്ഞു ആരോ ആഭിചാരം ചെയ്തതാണ്. ഇന്ന് പകൽ ചെയ്തതായിക്കോട്ടെ, അത് കൂടോത്രം വെച്ചതായിക്കോട്ടെ, എന്ത് തന്നെയായിരുന്നാലും എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നീ വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ മേലുള്ള സകല കെട്ടുകളെയും അറുത്തു മാറ്റുവാൻ കഴിയുന്ന ഒരുവന്റെ സന്നിധിയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിക്കുക. അതെ, നസ്രയനായ യേശു നിന്റെ കുടുംബത്തിന്റെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്നവനാ. ഇന്ന് ഈ ശബ്ദപരിധിയിൽ കേട്ടിരുന്നെങ്കിൽ നീ തൻ്റെ ഇടത്തോടെ കടന്നു വരണം ഈ ഭവനാങ്കണത്തിലേക്ക്. ഇന്ന് ഇവിടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടും. നിന്റെ ഒരു ജന്മം മുഴുവൻ നീ മുടിഞ്ഞു എന്ന് പറഞ്ഞ് എഴുതിത്തള്ളി വിഷയത്തെ ഇവിടുന്ന് പരിഹരിച്ചയക്കും ഞങ്ങൾ. ഇതിങ്ങനെ ചുമ്മാതെ പറഞ്ഞേച്ചു പോവില്ല, നല്ല ആർജവും തൻ്റെ ഇടവും ഉണ്ട്. മദ്യപാനത്താൽ തകർന്നുടഞ്ഞു പോയി കുടുംബം തീർന്ന് നശിച്ചെന്ന് പറഞ്ഞൊരു മനുഷ്യനെയാണ് നിങ്ങൾ സ്വോത്രം എന്ന പേരിട്ടെന്ന് വിളിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തനെ കണ്ടുമുട്ടുവാൻ യാദർശികമായി ഇടയായിത്തീർന്നു. ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് പോയ ദൈവ ശബ്ദം ആ മനുഷ്യനെ രൂപപ്പെടുത്തിയെങ്കിൽ ഇന്ന് ഈ ശബ്ദസീമയിൽ ഞങ്ങളെ കേൾക്കുന്ന ആരുടെയെങ്കിലും വ്യക്തിപരമായ ജീവിതം ഉടഞ്ഞു പോയവരാണെങ്കിൽ, ഒരു ചില്ലുപാത്രം പോലെ തകർന്നു പോയതാണെങ്കിൽ, ഇനി കൂട്ടിച്ചേർക്കാൻ കഴിയാത്തവണ്ണമാണോ നിന്റെ ജീവിതം ഇരിക്കുന്നത്? അത് നിന്റെ കുടുംബ ബന്ധം അറുത്തുപോയി. അത് ഡിവോഴ്സിന്റെ വക്കിലായിരിക്കാം നീ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കുടുംബ ഛിദ്രത്തിലായിരിക്കാം നിൽക്കുന്നത്. ഇന്ന് രാത്രി ഈ ഭവനാങ്കണത്തിലേക്ക് നീ ധൈര്യത്തോടെ കടന്നുവാ. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരകനെ പറ്റി ഇവിടെ പറയുന്നത് അതാണ് കർത്താവായ യേശു ക്രിസ്തു. സകല മുഴങ്കാലുകളും മടങ്ങുന്ന നാമം. ഒരുപാട് നിങ്ങൾ ഉരുണ്ടില്ലേ? ഞാൻ ഉരുണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. വട്ട ഉരുണ്ടിട്ടുണ്ട്, മുട്ട നീന്തിയിട്ടുണ്ട്, തീർത്ഥയാത്രകൾ കാലിൻ്റെ വെള്ള പൊള്ളുമാറ് നടത്തിയിട്ടുണ്ട്. അവിടെ ഒന്നും കിട്ടാത്ത വിടുതൽ കിട്ടിയത് ഈ യേശു ക്രിസ്തുവിൻ്റെ നാമം പറയപ്പെട്ടെടുത്ത് ഞാൻ എന്നെ സമർപ്പിച്ചപ്പോഴാ. എന്നെ കേൾക്കുന്ന പ്രിയമിത്രമേ, സ്നേഹനിധികളായ നാട്ടുകാരെ, ഇന്ന് ഈ ഭവനത്തിന്റെ ഹൗസ് വാമിങ്ങിന്റെ ആത്യന്തികമായ ലക്ഷ്യം, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഈ ജനത്തെ പോലെ നീയും അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ ജനമെന്ന് വിളിക്കുന്ന പദവിയിലേക്ക് കടന്നു വരണമെന്ന ആഗ്രഹം. അപ്പൊ ഇന്ന് ദൈവത്തിൻ്റെ ജനത്തിന് എന്നാ പറ്റും? എന്നാ പറ്റുകയില്ല? ആഭിചാരം വലിക്കുകയില്ല, കണ്ടോഷം വലിക്കുകയില്ല, കൂടോത്രം വലിക്കുകയില്ല, യാതൊരുവിധ വ്യാധിയും ബാധയും അവനോട് അടുക്കുകയില്ല എന്നുള്ളൊരു ഉറപ്പാണ് ഞാൻ ഇന്ന് തരുന്നത്. അപ്പോൾ എൻ്റെ ജനത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഒരുപാട് പ്രത്യേകതയുണ്ട് കർത്താവിൻ്റെ ജനത്തിന്. അതൊരു വിശുദ്ധ ജനമാണ്, വേർതിരിക്കപ്പെട്ട ജനമാണ്. ആ കൂട്ടം മനോഹരമായാണ്, സമാധാനമുണ്ടാക്കുന്ന ജനമാണ്, സ്വൈര്യമായി വസിക്കുന്ന ജനമാണ്. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ യഥാർത്ഥ ദൈവഭക്തരായവർ എവിടെയെങ്കിലും നാട്ടിൽ കലാപമുണ്ടാക്കിയതായി കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും അക്രമങ്ങൾ അഴിച്ചുവിട്ടതായി കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും തീവ്രവാദം നടത്തിയതായി കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കൊലപാതകങ്ങൾ നടത്തിയതായി കേട്ടിട്ടുണ്ടോ? ആരെയെങ്കിലും വെടിവെച്ചോ കുത്തിക്കീറി കൊന്നതായിട്ടോ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞവരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ, എൻ്റെ യേശുവിനെ പിൻപറ്റിയവർ സമാധാനത്തിന്റെ ദൂതുവാഹകരാ, അവർ സ്നേഹത്തിന്റെ ദൂതുവാഹകരാ, അവർ ഈ ഭൂമിയുടെ ഉപ്പ. അവരുള്ളത് കൊണ്ടാ ഈ രാജ്യങ്ങൾ നിലനിന്നു പോകുന്നത്. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാൻ ആധികാരികതയോട് പറയാം, ഇവിടെ ഇരിക്കുന്ന ദൈവജനം ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, ഈ മഹാഭാരതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, ഇവിടുത്തെ ഭരണകൂടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ദൈവജനത്തിന്റെ പ്രത്യേകത അതാണ്. എന്നാൽ ഇതിനുള്ളിൽ ഈ രാജ്യത്തെ ഛിദ്രമാക്കുന്ന ഘടകങ്ങളുള്ള ഒരുപാട് ജനതകൾ എഴുന്നേറ്റിട്ടുണ്ടാകാം. എന്നാൽ ദൈവജനത്തെ ആക്രമിക്കുന്നുണ്ട്, പച്ചയ്ക്ക് ചുട്ടുകരിക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യൻ മണ്ണിലേക്ക് എത്രയോ പേരെ കത്തിച്ചു കളഞ്ഞു, ചമ്പലാക്കി കളഞ്ഞു. അവരെന്താ ചെയ്തതെന്നറിയാമോ? അവർ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരാ. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി കാംക്ഷിക്കുന്ന സമാധാനത്തിന്റെ ദൂതുവാഹകരായ വെള്ളരിപ്രാവുകളെയാ നിങ്ങൾ കത്തിച്ചൊടുക്കുവാൻ ശ്രമിക്കുന്നത്. അവരുടെ വംശനാശം എന്ത് സംഭവിക്കും? ഈ രാജ്യമതം പതനത്തിലേക്ക് പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ, സമാധാനമുണ്ടാക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ അതിന്റെ പ്രതിനിധികളാ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞാനും. ദൈവത്തിന് മഹത്വം. വളരെ വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകുക. അപ്പൊ ദൈവം പറയുകയാണ്, എൻ്റെ ജനം സമാധാന നിവാസത്തിലായിരിക്കും. സ്തോത്രം. അപ്പം സമാധാനം തിരുവചനം പറയുന്നത് അത് ലഭിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. വിശുദ്ധ ബൈബിളിൽ സമാധാനത്തിന്റെ കാരണഭൂതനെ പറ്റി യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നത്, അവൻ അത്ഭുത മന്ത്രി,
വീരനാം ദൈവം സമാധാനത്തിൻ്റെ പ്രഭു. ഇന്നാരെങ്കിലും സമാധാനമില്ലാതെ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ഒരേ ഒരുവനെ ലോക ചരിത്രത്തിൽ വന്നിട്ടുള്ളൂ, അത് കർത്താവായ യേശുവാ. ബാക്കിയുള്ളവരൊക്കെ കലാപത്തിന് ആഹ്വാനം ചെയ്തവരെ കേട്ടോ. തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്തവന്റെ കഴുത്തറുത്ത് സ്വർഗത്തിൽ പോകാമെന്ന് പ്രസ്താവിക്കുന്നവരെ കേട്ടോ. എന്നാൽ ഞാൻ പ്രസ്താവിക്കുന്ന എൻ്റെ പ്രാണന്റെ ഉടയവനും അതേ മനുകുലത്തിന്റെ രക്ഷാനായകനുമായ ക്രിസ്തു പറയുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതേ ലോകത്തിന് സമാധാനത്തെ പ്രഖ്യാപിച്ച ഒരേ ഒരുവൻ, അതേ സർവശക്തനായ ദൈവം കർത്താവായ യേശു മാത്രമാ. അതുകൊണ്ട് ഇന്ന് ആ ജനത്തിന് സമാധാനമുണ്ട്. ഇന്ന് ഷാരോന്റെ ഭവനത്തിൽ സമാധാനം പറയുവാനായിട്ടാ. ഈ ഭവനം സമാധാനത്തിൻ്റെ കൂടാരമാകട്ടോ. ഈ ഭവനത്തിൽ സമാധാനമുണ്ട്. ദൈവത്തെ അറിഞ്ഞവൻ്റെ കുടുംബം സമാധാനപൂരിതമായിരിക്കും. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത ഏതാ? ഇന്ന് ആ സമാധാനം ഇന്ന് ഈ ദേശത്ത് കേൾക്കുന്ന ആർക്കെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ഇരുകരം നീട്ടി സ്വീകരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിനെ സമാധാനപൂരിതമാക്കുവാനും നിങ്ങളെ എൻ്റെ ജനമെന്ന അവകാശ പദവിയിലേക്ക് കടന്നു വരുവാനുമുള്ള അതേ ഓപ്പർച്യൂണിറ്റി തുറന്നിട്ടുകൊണ്ട് ഷാരോന്റെ വീട്ടിലെ ഹൗസ് വാമിങ് നടക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം. കാരണം എന്നാന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു ഒരു വീട് കയറി താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരിയമ്പുറത്ത് കുപ്പി പൊട്ടുന്ന ചിൽ ചിൽ ശബ്ദങ്ങളും അങ്ങേപ്പുറയും ഇങ്ങേപ്പുറയും അറ്റവറയും ഇറ്റവറയും കുശം പറയുന്ന ശബ്ദങ്ങളും കുശലാന്വേഷണങ്ങളും നാക്കുകുഴഞ്ഞവരുടെ താളം ഇല്ലാത്ത പാട്ടുകളും ഒക്കെയാണ് കേൾക്കാറുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മനോഹരമായ ഇമ്പനാദമാണ് കേട്ടത്. എത്ര പ്രത്യാശയുളവാക്കുന്ന പാട്ടുകളാ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, സഹയാത്രികർ, പടയാളികൾ പാടിയത്. എത്ര മനോഹരമാണ്. അത് ഈ നാട്ടിനൊരു കുളിർമഴയായി തീർന്നിട്ടുണ്ട്. അതിന് ഓരോ വരികളിലും വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള ആശ്വാസത്തെ പറ്റി. എന്നാൽ ഈ ഭവനാങ്കണത്തിൽ കേൾക്കുന്നതിന് പ്രത്യേകത അതെന്തുകൊണ്ടാ? യേശുവിനെ പിൻപറ്റിയത് കൊണ്ടാ, യേശുവിൻ്റെ മക്കളെന്ന പദവി അലങ്കരിച്ചത് കൊണ്ടാ, അവൻ്റെ സ്വന്തം ജനമെന്ന പദവി അലങ്കരിച്ചുകൊണ്ട് ഈ ദേശത്ത് പല പല ഹൗസ് വാമിങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം. ആ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് രാത്രി അടികൂടി പിരിഞ്ഞതവരെ എന്നെ കേൾക്കുന്നുണ്ട്. സ്വന്തം ബന്ധുവിൻ്റെ ഹൗസ് വാമിങ്ങിന് പോയിട്ട് പൂര കലഹമുണ്ടാക്കി പോയവരെന്നെ കേൾക്കുന്നുണ്ടെന്ന്. ആ കുടുംബത്തിൻ്റെ ഐശ്വര്യപൂർണമായ ഒരു കേറി താമസത്തിന് ചെന്ന് അതിനെ കലഹപൂരിതമാക്കി നരകതുല്യമാക്കി ഇറങ്ങിപ്പോയവരുണ്ട് അല്ലേ? അസൂയയും കുശുമ്പും അകത്ത് കിടന്ന് തികട്ടിയിട്ട്. എന്നാൽ ഇന്നെ കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ? എനിക്കൊരു സന്തോഷം പറയാനുള്ളത്, ഇവർ ഈ ദേശത്ത് താമസിക്കുന്നത് ഇവിടുത്തെ അയൽവക്കത്തിനെല്ലാം അനുഗ്രഹമായിരിക്കും. കാരണം എന്നാണെന്നറിയോ? ഷാരോൺ ഒരിക്കലും അയൽവക്കത്തുകാരന് ബോംബ് വെക്കണമെന്ന് ചിന്തിക്കുന്ന ആളല്ല. അങ്ങേപ്പുറത്തവൻ ഒരു ഡൈനാമിറ്റ് വെച്ചാലോ, ഇപ്പുറത്തവൻ്റെ അതിര് മാന്തിയാലോ, മനോഹരമായി മതിലും കെട്ടിട്ടുണ്ട്, ഇനി അതിരും മാന്തത്തില്ല. സ്വതം അല്ലാത്തവേ ജാതികളായ ജനം നിരന്ന് പാർക്കുന്ന ദേശത്ത് സംഭവിക്കുന്നതിനാ അതിരുതർക്കങ്ങൾ. അങ്ങോട്ട് ഇതിട്ടു, ഇങ്ങോട്ട് അതിട്ടു, പേപ്പർ വീണു, മാവിൻ്റെ ഇല വീണു. എനിക്ക് തോന്നുന്നു അതേലെ മാവില വീണ ഷാരോൺ പ്രശ്നമൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നാ എത്രയോ പേരെടുത്ത് ഒരു മാവില വീണതിൻ്റെ പേരിൽ കുത്തും കൊലയും വെല്ലുവിളികളും നടക്കുന്നു അല്ലേ? ഒരു തെങ്ങയിലെ തേങ്ങ, എടാ നീ എടുത്ത് ചമ്മന്തി അരക്കടാ, അതിനുവേണ്ടി നീ കിടന്ന് കലാപം ഉണ്ടാക്കാതെ. നിന്റെ പാമ്പിലോട്ടല്ലേ അതിലൊരു മാങ്ങ വീണാലും വീഴുന്നത് അല്ലേ? അങ്ങനെ ചിന്തിക്കത്തില്ല. കലാപം സൃഷ്ടിക്കുന്നവർ, കലകം സൃഷ്ടിക്കുന്നവർ. എന്നാൽ ദൈവജനം പാർക്കുന്നിടത്ത് എന്നാണെന്നറിയോ? സമാധാനത്തിൻ്റെ ദൂതുവാഹകരാ. അവർ സമാധാനം സൃഷ്ടിക്കും, രമ്യത ഉണ്ടാക്കും, ആശ്വാസമുണ്ടാക്കും. അതിനേക്കാൾ എല്ലാം ഉപരി എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാ, ഈ സ്തോത്രം എന്ന് പറഞ്ഞ ഡേവിഡ് അച്ചായൻ ഈ ദേശത്തുള്ള മിക്ക ഭവനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യപാനികളായിട്ടുള്ളവർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം തന്നെ വിടുവിച്ച ദൈവം കർത്താവേ അവരെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് അവർ ഈ ദേശത്തിനൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയാൻ വന്നത്. ഇന്ന് ഈ ദേശത്ത് ഈ ഭവനം ഉയരുന്നത് ഈ ദേശത്തിൻ്റെ സമാധാനത്തിൻ്റെ ഭവനമാ, ഈ ദേശത്തിന് ആശ്വാസത്തിൻ്റെ ഭവനമാ. ഈ ദേശത്തൊരു ദുരിതമുണ്ടാകാതെ, ഒരു ദുരന്തമുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന ജനമാ. യഥാർത്ഥ ദൈവഭക്തരായ മക്കൾ എങ്ങനെയാണെന്നറിയോ? ഞാനൊക്കെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നാണെന്നറിയോ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ ദേശത്തൊരു ദാരുണമായ സംഭവം ഉണ്ടാകരുത്, ഒരു ദാരിദ്ര്യമുള്ള കുടുംബങ്ങൾ ഉണ്ടാകരുത്, കലഹമുണ്ടാകരുത്. കർത്താവെ കൊല്ലും കൊലയും ഒക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ എന്നും നോക്കുമ്പോൾ കാണുക, അപ്പനെ വെട്ടി അമ്മയെ വെട്ടി എന്നൊക്കെ പറഞ്ഞ് ദാരുണമായ സംഭവങ്ങൾ നടക്കുക. ഞാൻ പാർക്കുന്ന ദേശത്തുണ്ടാകരുതേ. ഞാൻ പ്രാർത്ഥിക്കും. എന്നാ ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്തമാ താൻ ദേശത്തിന്റെ കാവൽക്കാരൻ എന്ന് തിരുവചനം പറയുക. അവനെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. തിരുവചനം വീണ്ടും പറയുക, നിനക്ക് മേൽ ആക്കി വെച്ചിരിക്കുന്ന അധികാരികൾക്ക് വേണ്ടി, ഭരണതന്ത്രജ്ഞന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്തമാ, അവൻ അത് ചെയ്യും.
ബൈബിളിൻ്റെ ആധികാരികത ഇതാണ്. താനായിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി, ഭരണകൂടത്തിന് വേണ്ടി, തൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടി, തൻ്റെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ ദൈവമക്കള്. അപ്പോൾ ഇവർ ഈ ദേശത്തായിരിക്കുന്നത് ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാണ്. ദൈവത്തിന് ഞാൻ മഹത്വം കരയറ്റുക. ഷാരോണും കുടുംബവും ഇവിടെ പണിതിരിക്കുന്ന ഈ ഭവനത്തിൻ്റെ മനോഹാരിതയേക്കാൾ ഈ ദേശത്തിന് സമാധാനമെന്ന ആശ്വാസം പകരുന്നവരായി തീരുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വളരെ വേഗത്തിൽ 1-2 വചനഭാഗം കൂടെ വായിച്ച് ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുക. ഇതിനെപ്പറ്റി പറയുന്നത് എൻ്റെ ജനം സമാധാന നിവാസത്തിൽ. അപ്പോൾ സമാധാനത്തിൻ്റെ വസതികളിൽ അവർ പാർക്കുന്നത്, അവരുള്ളിടത്ത് സമാധാനമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ രാജാവ് സമാധാനത്തിൻ്റെ ദൂതുവാകേന അവൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. അപ്പോൾ ഈ ഭവനത്തിൽ ആശ്വാസമില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് ഷാരോണിനോടോ ഈ പറഞ്ഞ ഡേവിഡ് ജാനോടോ പറയാം, ഞാൻ ഇന്നപോലൊരു വിഷമത്തിൽ, എൻ്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിഷയം ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളാൻ. അവർ പ്രാർത്ഥിക്കുമെന്ന്. പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതലുമാ. ഒരു ദൈവ പൈതലിന് അധികാരമുണ്ട്. എങ്ങനെ? ബന്ധനങ്ങളെ അഴിക്കുവാൻ. അതുകൊണ്ട് ആഭിചാരം ചെയ്തിട്ട, കൈവശം കിട്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് നീ ഈ വഴിയെ തേരെ പാലെ തന്നെന്നം പാടി നടക്കാതെ ധൈര്യമായിട്ട് കടന്നു വാ. നിന്റെ ജീവിതത്തിന് വിടുതലുണ്ടാകും, ആശ്വാസമുണ്ടാകും. നീയും ഈ ദേശത്ത് അനുഗ്രഹപൂർണനായി പാർക്കുവാനിടയായിത്തീരും. യേശു എന്ന രക്ഷകൻ നിന്റെ കുടുംബത്തിൽ വന്നാൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഹൃദയസിംഹാസനം അലങ്കരിച്ചാൽ നീ അടിമുടി മാറും. ഈ അച്ചായനെ അറിയാലോ, പ്രത്യേകിച്ച് ഇനിയും പറയേണ്ട കാര്യമില്ലല്ലോ. കുടിച്ച് തന്നെന്നം പാടി. എനിക്ക് തോന്നുന്നു മുണ്ടിൻ്റെ ആ തല ഉടുക്കുമ്പോൾ ഈ തല കയറത്തില്ലായിരുന്നു, ഈ തല ഉടുക്കുമ്പോൾ ആ തല കയറത്തില്ലായിരുന്നു. പല വീടിൻ്റെയും ഗേറ്റിൽ പോയി എൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ നടന്നൊരു മനുഷ്യനായിരിക്കാം. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ കർത്താവ് വിളിച്ചതുകൊണ്ട് സ്തോത്രം, അദ്ദേഹം അനുഗ്രഹീതനായി, തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് അസൂയയില്ല, തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മാതാവാണേലും കൊള്ളാം, പിതാവാണേലും കൊള്ളാം, നിന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. നിന്റെ മകനോ മകളോ ലഹരിക്കോ വഴിവിട്ട ജീവിത രീതിയിലോ ആണെങ്കിൽ അവരിന്ന് ഇവിടെ ഇല്ല, ദൂരത്തിരിക്കുകയായിരിക്കാം. നീ ഇന്ന് കേട്ടോണ്ടിരിക്കുകയായിരിക്കും, മകനെ ഓർത്ത് നീ ഭാരപ്പെടുകയായിരിക്കും. എന്നാൽ ഇന്ന് നിന്റെ ഹൃദയം അവന് വേണ്ടി വിട്ടുകൊടുത്താൽ, യേശുവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുത്താൽ, നിന്റെ ഹൃദയാങ്കണത്തിൽ ആഴമാർന്ന സമാധാനമുണ്ടാകും. ഈ പറഞ്ഞ സമാധാനം നിന്റെ അവകാശമാ. അത് ക്രിസ്ത്യാനിയുടെ മാത്രം കുത്തകയല്ല. അത് ആര് വിശ്വസിച്ചാലും അവർക്ക് അവകാശമായി തീരും. ആ സമാധാനം നിന്നിലേക്ക് വന്നാൽ തിരുവചനം പറയുന്നു, അതെ, നീ ക്രിസ്തുവിലായാൽ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി സമാധാനമില്ലാതെ തലമുറയെ ഓർത്തോ പങ്കാളി ഓർത്തോ ഒക്കെ വ്യാകുലപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചാടി പുറത്തൊന്നും വരണ്ട. ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി. യേശുവേ, ഇന്നിവിടെ വായിച്ചു കേൾപ്പിച്ച പോലെ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. എൻ്റെ പാപപരിഹാരകനായവനെ, എൻ്റെ പാപത്തിൻ്റെ കുറവിനെ ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എന്നെ ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് ദൈവ പൈതലായി തീരാൻ കഴിയും. ഈ ദിവ്യ സമാധാനം അനുഭവിപ്പാൻ കഴിയും. ദൈവ പൈതൽ എന്ന പദവി അലങ്കരിക്കാൻ കഴിയും. ദൈവത്തിന് മഹത്വം. അപ്പം ദൈവ മക്കൾക്കുള്ള പ്രത്യേകത സമാധാനം ഉണ്ടായിരിക്കും. സമാധാന നിവാസത്തിൽ അവർ വസിക്കും എന്ന് തിരുവചനം പറയുകയാണ്. സ്തോത്രം. ഇപ്രകാരം പറയാം. സദൃശ്യവാക്യം 24:3 പറയുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാം. 3:4. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമാക്കുന്നു, പരിജ്ഞാനം കൊണ്ട് അതിന് മുറികളെ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്നു. ആമേൻ. അപ്പം ജ്ഞാനം കൊണ്ട് മാത്രമേ ഇത് പണിയാൻ കഴിയത്തുള്ളൂ. ഈ ഷാരോണൊക്കെ ഇന്ന് ഈ ഭവനം പണിതിരിക്കുന്നത്, നാട്ടുകാരോടുള്ള ദൂത് ഞാൻ പറഞ്ഞു. ഇനി ഷാരോണിനെ ഒന്ന് അനുഗ്രഹിക്കുക. ഈ ഭവനം പണിയപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് നാട്ടുകാരൊന്ന് അറിയണം. ഷാരോണിൻ്റെ ലോണോ ഷാരോണിൻ്റെ കാശോ അല്ല. ഷാരോൺ അതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ തിരുവചനം പറയുന്നത് എങ്ങനെയാണെന്ന്, ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. ജ്ഞാനം. ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടും? അച്ചടിച്ച പുസ്തകത്താൾ നീ തലങ്ങും വിലങ്ങും റോബർട്ട് വായിക്കുന്നത് പോലെ വായിച്ചാലും തലേ കയറത്തില്ല. നീ ഏത് മാത്സ് പഠിച്ചാലും, ഏത് സയൻസ് പഠിച്ചാലും, ഏത് സൈക്കോളജി പഠിച്ചാലും ജ്ഞാനപൂർണ്ണത വരത്തില്ല. എന്നാൽ ജ്ഞാനം വരുവാൻ ഒരു വഴി വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷയ്ക്ക് കാരണമായ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈ വിശുദ്ധ ബൈബിളിന്റെ അകത്താളുകളിൽ നിനക്ക് വേണ്ടുന്ന പരിജ്ഞാനവും ജ്ഞാനവും കോറിയിട്ടിരിക്കുക. സർവശക്തനായ ദൈവത്തെ വിശ്വസിച്ചാൽ ജ്ഞാനമുണ്ടാവും. ഈ ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് മനുഷ്യൻ ഈ തമ്മി തല്ലിക്കീറുന്നതും രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നതും. അതിന് തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വചനഭാഗം പറയുന്നുണ്ട്. പരസ്യങ്ങളിലൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും പ്രസംഗം പറയുന്ന, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തെ പോലെയാണെന്ന്.
നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നശിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യമൃഗങ്ങളെ നമുക്ക് കാണാം അല്ലേ? നശിച്ചു പോകുന്ന മനുഷ്യമൃഗങ്ങളെ കടിച്ചു കീറുക. എടാ, സ്വന്തം ദൈവം ദാനമായി കൊടുത്ത ഭാര്യയെ ചുമ്മാ ഇടിക്കുക. നാണം കെട്ടവനെ എന്നെ കേൾക്കുന്നത്. നാണയില്ലല്ലോ പെണ്ണുങ്ങളെ തല്ലാൻ. ആരോ കേൾക്കുന്നുണ്ട്, അവരോടാ സ്തോത്രം. എടാ, ജ്ഞാനം വേണം. ഒരു ദൈവം ദാനമായി നൽകിയിരിക്കുന്ന പങ്കാളി അവരെ സ്നേഹിക്കാനുള്ളതാ. അവരോട് കോപിക്കുക പോലും ചെയ്യരുത്. നീ അവരെ മൃദുവായി വേണം സമീപിക്കാൻ. നിന്റെ കുടുംബം തകരാനുള്ള കാരണം അതാ. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, മനുഷ്യന് ജ്ഞാനമില്ലെങ്കിൽ സംഭവിക്കുന്ന എന്നാണെന്നറിയോ? മൃഗത്തെ പോലെ കടിച്ചു കീറും. അവൻ ഒന്നിനും തൃപ്തനായിരിക്കത്തില്ല. അവൻ ഉറ്റവരെന്നോ ഉടയവരെന്നോ നോക്കത്തില്ല. പൈശാചികത അവനെ കൊണ്ട് ഒരു വക്രമായ ഒരു വന്യമൃഗത്തെ പോലെ ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനും തകർക്കുവാനും. പിന്നെ എന്നിട്ട് ഞങ്ങളുടെ മോന് ഡിപ്രഷൻ ആയതുകൊണ്ട് ആ പെണ്ണിനെ അങ്ങനെ ചെയ്ത് അതുകൊണ്ട് ആ പെണ്ണ് പോയെന്ന്. ചുമ്മാ ഇരി, വേറെ വല്ല കാര്യവും പറ. എന്തോന്ന് ഡിപ്രഷൻ? നല്ല പൊട്ടീര് അവനോട്ട് കൊടുക്കണം. അവനെ ആദ്യം കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ അവനെ കൊണ്ടുവന്നത് എന്തോന്ന് ഡിപ്രഷൻ? കുറെ കാലമായല്ലോ ഡിപ്രഷന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ അവൻ്റെ ഡിപ്രഷൻ മാറും. ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഡിപ്രഷൻ ബാധിച്ച വ്യക്തികളോടാണ് ഞാൻ പറയുന്നത്, നിന്റെ ഡിപ്രഷൻ മാറാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. കർത്താവായ യേശുവിലേക്ക് നിന്റെ ഹൃദയം കൊടുത്തേ, നിനക്ക് മാറ്റം അടിമുടി സംഭവിക്കും. മാനസിക രോഗം ഇന്ന് സൗഖ്യമാകും. എന്നെ കേൾക്കുന്ന മനോരോഗത്താൽ ഭാരപ്പെടുന്ന ആരോ ദൈവ ശബ്ദത്തിന് മുൻപിൽ ഇന്ന് സമർപ്പിക്കുമെങ്കിൽ നിന്റെ തലമുറയുടെ മനോരോഗം വിട്ടുമാറി നീ സുഖമുള്ളവനായി സുബോധമുള്ളവനായി തീരും. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയുകയാണ്, ഗനസര ദേശത്ത് വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചങ്ങലകളെ അറുത്തുമോ ഒരുമിക്കൊണ്ട് പൊട്ടിക്കുന്ന സ്വയം ദേഹം ദണ്ഡിപ്പിക്കുന്ന ഒരു മകനുണ്ടായിരുന്നു. നാസറേനായ യേശു ഗനസര ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ അവന് മേലുണ്ടായിരുന്ന 6000-ൽ പരം ലഖിയോൻ അവനെ വിട്ടുപോയി. അവൻ സുബോധം പൂണ്ടവനായി. ഇന്ന് മാനസികമായ രോഗമാണ്, അല്ലെങ്കിൽ ക്ഷിപ്രകോപമാണ്. ഈ ക്ഷിപ്രകോപം എന്നൊക്കെ പറയല്ലേ, പുള്ളി ഷോർട്ട് ടെമ്പേർഡാ, ഭൂതവാ. കോപമൊന്നും പറയണ്ട, ഭൂതവാ. പിന്നെ ചുമ്മാ പൊട്ടിത്തെറിക്കുക, ഭൂതം, അത്രേ ഉള്ളൂ. അത് മാറണമെങ്കിൽ യേശുവിൻ്റെ അരികിൽ വരണം. കർത്താവ് തൊട്ടാൽ നിന്റെ ക്ഷിപ്രകോപമൊക്കെ പോകും. നീ സൗമ്യനാവും, ശാന്തനായി തീരും. ഞാൻ വളരെ വേഗത്തിൽ പോകട്ടെ. ജ്ഞാനത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പം ജ്ഞാനം കൊണ്ടാണ്, സ്തോത്രം, ദൈവീക ജ്ഞാനം പ്രാപിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുന്നത്. ദൈവ പൈതൽ എന്ന പദവിയിലേക്ക് വരുന്നത്. ദൈവമക്കൾ എന്ന പേര് ചേർത്തിട്ട് ഇപ്പോഴും ജ്ഞാനമില്ലാതെ നടക്കുന്നവരുണ്ട്. കാരണം ബൈബിൾ വായിക്കത്തില്ല, പരിജ്ഞാനമില്ല. ബൈബിൾ വായിക്കുന്നവനെ പരിജ്ഞാനം ഉണ്ടാവുള്ളൂ. വിശുദ്ധ പുസ്തകം വായിക്കണം. അത് വായിച്ച് ദൈവത്തിൻ്റെ ആലോചനകളെ പ്രാപിക്കണം, അതിലെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കണം, ദൈവകൽപ്പനകളെ അനുസരിച്ച് നടക്കണം. തിരുവചനം പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവന് ജ്ഞാനമുണ്ടാകും. ജ്ഞാനമുണ്ടാകുന്നവൻ ഭവനം പണിയുമെന്നാണ് പറഞ്ഞത്. സ്വതന്ത്രം. ജ്ഞാനമുണ്ടാകുന്നവൻ ഭവനം പണിയും. അപ്പോൾ ഷാരോൺ ഈ ഭവനം പണിതിരിക്കുന്ന അടിസ്ഥാന കാരണം എന്നാണെന്നറിയോ? ജ്ഞാനമാണ്. എടാ, ഷാരോണിനെ പോലെ അധ്വാനിച്ചിട്ട് കൈ കാശ് തികയാതെ ബാറുകാർക്ക് കൊടുക്കാൻ മാത്രം തികയാതെ കടവ് എടുത്തിരിക്കുന്നത് എത്രയോ പേര് കാണും അല്ലേ? ആണ്ട് അച്ചായൻ പറഞ്ഞ, അച്ചായൻ പലതവണ വീട് പണിയാൻ നോക്കി, തടി മേടിച്ചു വെച്ചു, തടി എന്നിട്ട് വിൽക്കും. അന്ന് ജ്ഞാനമില്ലായിരുന്നു, ദൈവത്തെ അറിയത്തില്ലായിരുന്നു, ബോഷനായി നടക്കുകയായിരുന്നു, മൃഗതുല്യനായി നടക്കുകയായിരുന്നു, കുടിച്ചു കൂത്താടി വല്ലവരുടെയും പുറത്ത് കയറി അവരും ഇടിച്ച് തമ്മിലിടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്നാൽ ജ്ഞാനം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? താൻ കുടുംബത്തെ നോക്കുവാൻ, തൻ്റെ കരങ്ങളിൽ വരുന്ന വരുമാനങ്ങളെ സൂക്ഷിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് കൊടുക്കാനും, തൻ്റെ കാര്യങ്ങൾക്ക് ചിലവാക്കുവാനും തന്നെ അത് ശീലിപ്പിച്ചു. ജ്ഞാനം തൻ്റെ ജീവിതത്തിൽ അരിമണി സൂക്ഷിച്ചു വെക്കുന്നതുപോലെ വെച്ച് ദൈവം തൻ്റെ ജീവിതത്തെ പണിതുയർത്തു. ഈ കണ്ടമാനം കാള പണിയുന്നത് പോലെ രാവും പകലും പണിതാലൊന്നും ആരുടെയും കൈ പൈസ ഉണ്ടാകത്തില്ല. വിശുദ്ധ ബൈബിൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, മനുഷ്യന്റെ അധ്വാനത്തോടു കൂടില്ല, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിന്റെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറുവാൻ, ശൂന്യത മാറുവാൻ കർത്താവായ യേശുവിനെ നീ വിശ്വസിക്ക്. അവന്റെ കരങ്ങളിൽ നിന്റെ ജീവിതം ഏൽപ്പിക്ക്. അവൻ നിന്റെ കുടുംബത്തെ പണിയും, തകർന്നുടഞ്ഞ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. അവന്റെ അനുഗ്രഹത്താൽ നിന്റെ ഭവനത്തിൽ സമ്പത്തുണ്ടാകും. ദീർഘനാളായി വീടിൻ്റെ ഓട് മാറ്റി ഒന്ന് നേരെയാക്കണമെന്ന് വിചാരിക്കുന്നു. ഒരു മുറിയും കൂടെ പിടിക്കണമെന്ന്. ഒരു മുറി പോയിട്ട് അരമുറി പോലും പറ്റുന്നില്ല. കിടന്നങ്ങ് കഷ്ടപ്പെടുക, രാവും പകലും കിടന്നല്ലേ. നിന്റെ ആശ പൂർണ്ണമാക്കാം. കടന്നുവാ യേശുവിൻ്റെ അരികിൽ. നിന്റെ അധ്വാനങ്ങളെ ദൈവം അനുഗ്രഹമാക്കി തീർക്കും. നിന്റെ സമ്പത്തിനെ അനുഗ്രഹിക്കും. അത് തെരുവീതിയിലേക്ക് പോകത്തില്ല. അപ്പം ജ്ഞാനം കൊണ്ടാണ് ഭവനം പണിയാൻ കഴിയത്തുള്ളൂ, അല്ല സമ്പത്ത് കൊണ്ട് പണിയാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ പാടിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ പ്രിയ കർത്താവിൻ്റെ അഭിഷക്തൻ പറഞ്ഞു, സ്തോത്രം, സങ്കീർത്തന പുസ്തകത്തിൽ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വെറുതെ അധ്വാനിക്കുന്നു എന്ന്. അധ്വാനിക്കുക, വെറുതെ അധ്വാനിക്കുക. നമ്മുടെ എല്ലാം വിചാരം നമ്മുടെ അധ്വാനം കൊണ്ടാണ് വീട് പണിതു ഇരുന്നെന്നാ.
ഇടവയെ എത്ര മനോഹരമായി വിടുന്നാലും കഴിഞ്ഞ ദിവസം ഫിലിപ്പീൻസിൽ 6.7 റിക്ടർ സ്കെയിലിൽ വന്ന ഒരു ഭൂചലനത്തിൽ കൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെ തകർന്നടിഞ്ഞു പോകുന്നത് കണ്ടില്ലേ? സ്തോത്രം. എന്നാൽ ദൈവത്താൽ പണിയപ്പെടണം, സമ്പത്ത് കൊണ്ടല്ല പണിയേണ്ട, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ പണിയപ്പെടണം. അപ്പോൾ ഭവനം പണിയുന്നതിന് ദൈവത്തിൻ്റെ ജ്ഞാനം വേണം. തിരുവചനം പറയാണ്, വിവേകം കൊണ്ട് അത് സ്ഥിരമാക്കുന്നു. വിവേകമുണ്ടായാലേ ഈ പണിത, ജ്ഞാനം കൊണ്ട് പണിത് ഈ ഭവനം സ്ഥിരമായി തീരും. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നവന് വിവേകമുണ്ടാകും, സുബോധമുണ്ടാകും. സുബോധം പോഴും അവൻ ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ? കുടുംബത്തെ പണിതത് പണം കൊണ്ട് നീ ബിൽഡിങ് കെട്ടിയെങ്കിലും കുടുംബത്തിനകം പണിയുന്ന എന്നാ കൊണ്ടാണെന്നറിയോ? സ്നേഹം കൊണ്ടാണ് പണിയേണ്ടത്. കുടുംബത്തിനകം പണിയേണ്ടത് മക്കൾ, അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, അപ്പനമ്മമാർ സ്നേഹം കൊണ്ടാണ് ബന്ധിക്കപ്പെടേണ്ടത്. സ്നേഹം കൊണ്ടാണ് നിന്റെ കുടുംബം പണിയപ്പെടേണ്ടത്. കൊട്ടാരത്തിൽ പാർത്താലും ഛിദ്രതയാണെങ്കിൽ നിനക്കെന്ത് പ്രയോജനം? അത് കലഹത്തോടെ നീ അതിനകത്ത് ഒരു നേരത്തെ അത്താഴം പോലും കഴിക്കാൻ കഴിയാതെ 3 മുറികളിലായി ചിന്നിച്ചിതറി കിടക്കുന്ന നിന്റെ അനുഭവം എത്ര ഭയാനകരമാണ് ഒന്നോർത്ത് നോക്കൂ. എന്നാൽ സമാധാനമായി നിന്റെ കൂടാരത്തിൽ പാർക്കാൻ കഴിയുന്നെങ്കിൽ അത് ദൈവത്തെ അറിഞ്ഞവന് മാത്രം കിട്ടുന്നൊരു പ്രത്യേകതയാണ്. കോടികൾ ഉണ്ടാക്കിയാലും ഇവിടുത്തെ ഈ തൃശ്ശൂരെ ഏറ്റു വമ്പന്മാരെ നോക്കിക്കോ, പലപ്പോഴും അവർക്കോ അവരുടെ തലമുറകൾക്കോ പരസ്പരം സ്വസ്ഥതയോടെ കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ഭയാനകരമായ, കഴിഞ്ഞ ദിവസം ആരാണ്ട് പറഞ്ഞു വീട്ടിൽ രാത്രി കിടക്കുമ്പോൾ കുറ്റിയിട്ടിട്ട് കിടക്കാവുള്ളൂ. കാരണം മക്കൾ അപ്പുറം കിടപ്പുണ്ടെങ്കിൽ എപ്പോഴേ ഇറങ്ങി വന്ന് കഴുത്ത് കണ്ടിക്കുന്നതെന്ന് അറിയാൻ മേലെന്ന് ആ കാലഘട്ടം ഇപ്പോൾ. കാരണം അടിച്ചിരിക്കുന്ന സാധനത്തിന് മണോ ഇല്ല, ഗുണോ ഇല്ല, ഒന്നും അറിയത്തില്ല. അത് മൃഗത്തെ പോലെ പ്രതികരിക്കുമ്പോഴേ അറിയത്തുള്ളൂ. സ്തോത്രം. ഇത് അകത്ത് കിടപ്പിട്ടുണ്ടെന്ന്. സ്തോത്രം. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, യേശുവിനെ സ്നേഹിക്കുന്നവൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകും. അവനവൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും, പങ്കാളിയെ സ്നേഹിക്കും, കുടുംബത്തിനകത്ത് സ്നേഹമൊഴുകും. വിവേകം കൊണ്ട് അവൻ കുടുംബത്തെ പണിയും. ആമേൻ. സ്തോത്രം. ഞാൻ വളരെ വേഗത്തിൽ നിർത്തിക്കോളാം. പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളെ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞിരിക്കും. അപ്പോൾ പരിജ്ഞാനമാണ് നിന്നെ സമ്പത്ത് കൊണ്ട് നിറയ്ക്കുന്നത്, ഭവനത്തെ. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുവിലൂടെയാണ് നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇന്ന് രാത്രി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയാം, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഈ ഭവനം പണിതിരിക്കുന്നത് കർത്താവിൽ ആശ്രയിച്ച് ആ കുടുംബം പണിതിരിക്കുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഷാരോൺ ഇന്ന് ഈ ഭവനത്തിൽ കിടക്കുന്നത്. തൻ്റെ അപ്പൻ മുക്കുടിയനായി ആ വഴി നടന്നിരുന്നെങ്കിൽ, ഈ പിള്ളേരും അതിനെ പിന്തുടർന്ന് പോയിരുന്നെങ്കിൽ, ഇന്ന് ഈ ദേശത്തും പലർക്കും വിരൽ ചൂണ്ടുവാനുള്ള ഒരു കോമാളി കഥാപാത്രങ്ങളായി മാത്രം അവർ തീർന്നേനെ. എന്നാൽ ആ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടും ഈ ഭക്തനായ മനുഷ്യനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. തൻ്റെ തലമുറകളും തൻ്റെ പ്രിയപ്പെട്ടവളും അതിനെ പിന്തുടർന്നു. ആ കുടുംബത്തെ ദൈവം മാനിച്ചതിൻ്റെ അടയാളമാണ് ഇന്ന് ഈ കാണുന്ന ഭവനം. ഞാൻ ഷാരോണിൻ്റെ മിടുക്കുകൊണ്ട് നേടിയെന്നല്ല പറയുന്നത്, കർത്താവിലെ ആശ്രയം കൊണ്ട് നേടിയെന്നാണ് പറയുന്നത്. ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേശത്തുള്ള ആരെങ്കിലും ജീവിതത്തിൽ കരകയറാൻ കഴിയാതെ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് നീ ചക്രശ്വാസം വലിക്കുകയാണോ? ഇന്ന് നിനക്ക് കരകയറാൻ ഒരു മാർഗമാണ്. അവൻ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ കരകയറ്റും. സ്തോത്രം. യാതൊരു സംശയവുമില്ല. അതെ, അവൻ നിന്നെ മരണകരമായ കുഴിയിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. അവൻ നിന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറ്റും. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നെ ഉറപ്പിക്കും, നിന്റെ ഗമനത്തെ സ്ഥിരമാക്കും എന്ന് വിശുദ്ധ ബൈബിൾ പറയുക. ഇന്ന് പകൽ അങ്ങനെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഈ ഭവനത്തിൽ ഇന്നത്തെ ഹൗസ് വാമിങ്ങിൻ്റെ സാക്ഷ്യം ഇതാണ്. ക്രിസ്തുവിനെ പിൻപറ്റിയതുകൊണ്ട് ഒരു മകനും തൻ്റെ തലമുറയ്ക്കുമുണ്ടായ ദൈവം കൊടുത്ത അനുഗ്രഹമാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തെ പിൻപറ്റിയ, ക്രിസ്തുവിനെ അനുഗമിച്ച, ക്രിസ്തുവിനെ അന്വേഷിച്ച, ആ സ്നേഹത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയുടെ ജീവചരിത്രം മാറും. അവൻ അനുഗ്രഹ പൂർണ്ണതയിലേക്ക് എത്തും. അനുഗ്രഹമെന്ന് എല്ലാവരും പറയും. ഇതെങ്ങനെ പ്രാപിക്കാം അല്ലേ? ദൈവത്തെ വിളിച്ചാൽ കിട്ടും. ചുമ്മാതെയാ. ലോകത്തെ മനുഷ്യരെല്ലാം ദൈവത്തെ വിളിക്കാഞ്ഞിട്ടാണോ? സകല മനുഷ്യരും ദൈവത്തെ വിളിക്കുന്നുണ്ട്, വിഭിന്നമായ പേരുകളിലാന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന് ഏകനാമമേ ഉള്ളൂ. ആ നാമം ശ്രീ യേശു ക്രിസ്തു എന്ന നാമമാ. മറ്റൊരു നാമവും മനുഷ്യരാശിക്ക് രക്ഷപ്പെടുവാനില്ലെന്ന് ബൈബിൾ അസന്നിഗ്ധമായി എഴുതിയിട്ടിരിക്കുകയാണ്. ഒരൊറ്റ നാമം, ശ്രീ യേശു ക്രിസ്തു എന്ന നാമം. ഇന്ന് രാത്രി ഷാരോന്റെ ഭവനാങ്കണത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന രക്ഷകന്റെ നാമം കേട്ടുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ യേശുവിനായി ഹൃദയം തുറന്നു കൊടുക്കാം. കർത്താവ് നിന്റെ ഉള്ളങ്ങളിലേക്ക് കടന്നു വരട്ടെ. അവൻ കാൽവരിയിൽ പങ്കപ്പാടുകൾ സഹിച്ചത് എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ, നിന്റെ കുലമോ നിന്റെ ജാതിയോ വർണ്ണമോ നോക്കിയല്ല, സകല മാനവരാശിക്കും വേണ്ടിയാ അവനത് സഹിച്ചത്.
അതിനെ അനുഭവിച്ചറിഞ്ഞു, ആ സ്നേഹത്തിലേക്ക് കടന്നു വന്നു. ഈ കുടുംബം അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ദേശത്ത് അപമാനകോലമായി പോയേനെ. ആ രക്ഷകനെ നിങ്ങളും ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ കോട്ടയത്തുനിന്ന് പുതുപ്പള്ളിയിൽ നിന്ന് വന്ന എന്നെ കൊണ്ട് ദൈവാത്മാവ് ഇത് വിതച്ചു പോകുക. ഇതിനു ശേഷം ആർക്കെങ്കിലും ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ, ഈ രക്ഷകനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് മുൻപോട്ട് ഈ ഭവനത്തിലേക്ക് വരാം. ദൈവത്തിൻ്റെ ദാസന്മാർ, അഭിഷക്തന്മാർ ഇവിടെയുണ്ട്. അവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതം ധന്യതയിലേക്ക് തീരുവാനിടയായി തീരും. ഈ ഭവനത്തിന് വേണ്ടി ഒരു വാക്കൂടെ പറയട്ടെ. വിശുദ്ധ ബൈബിൾ ആവർത്തന പുസ്തകം ഇങ്ങനെ പറയുന്നേ: നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കും, പുറത്തു പോകുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ഈ ഭവനാങ്കണത്തിലേക്ക് കയറുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ ഉണ്ടാക്കിയ ഭവനം അനുഗ്രഹ കൂടാരമാണ്. അത് സമാധാനത്തിൻ്റെ കൂടാരമാണ്. ആ കൂടാരം സ്വൈര്യതയുള്ള കൂടാരമാണ്. തിരുവചനം പറയുന്നു, എൻ്റെ ജനം സമാധാനത്തിൻ്റെ നിവാസത്തിലും വസതികളിലും സ്വൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും. ഇന്ന് ഈ കുടുംബം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമെന്ന് ഇവിടെ നിന്ന് ഞാൻ പറയുമ്പോൾ, ഈ കുടുംബം എവിടെ കയറി വന്നാലും അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവിനെ അറിഞ്ഞവൻ അകത്ത് വന്നാലും പുറത്തു പോയാലും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് ഈ ഭവനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കാൽ വയ്ക്കുമ്പോൾ, ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ഭവനത്തെ അനുഗ്രഹിച്ചു വേണം കാൽവെക്കാൻ. എങ്ങനെ വേണം? യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമുക്ക് ഈ ഭവനത്തെ അനുഗ്രഹിക്കാം. കർത്താവിൻ്റെ ദാസൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് ഈ ദേശത്ത് ഈ ശബ്ദം മുഴങ്ങിക്കേൾക്കുമ്പോൾ ഈ ഭവനത്ത് നടന്ന ഈ കൺവെൻഷൻ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഗ്രഹത്തിനും രക്ഷയ്ക്കും കാരണമായി തീരട്ടെ. ഇതൊരു സാക്ഷ്യമായി ഈ ഭവനം ഈ ദേശത്ത് നിൽക്കുന്നത് നിങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ കുടുംബത്തിന് നൽകിയ രക്ഷ പോലെ, സ്വത്രം ഡേവിഡിന് നൽകിയ രക്ഷ പോലെ നിങ്ങൾക്കും ഒരു രക്ഷാ കേന്ദ്രമുണ്ട്, ഒരു സങ്കേതമുണ്ട്. ധൈര്യമായി നിങ്ങൾ ഓടി വരാം എന്നുള്ള ഓർമ്മപ്പെടുത്തലൂടെയാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനാൽ ദേശത്ത് ഞങ്ങളെ ശ്രമിച്ച എല്ലാ മാന്യ സഹോദരങ്ങളും ധാരാളമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദി എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ ഗ്രിഗോസ് പാസ്റ്ററോടും